ഗൈസ് വെൽക്കം ടു കൃഷ്ണൻ ബ്ലോഗിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ കളിക്കാൻ വേണ്ടി പോകുന്നതാണ് ബെസ്റ്റ് സിമുലേറ്റർ. അപ്പോൾ ഗൈസ് നമ്മൾ കളിക്കാൻ വേണ്ടി പോകുകയാണ്. അയ്യോ അത് തെളിച്ചായിട്ടും ഞാൻ വന്നപ്പോഴാണ് സുഖം പോയത്. മൈലാഞ്ചിയൊക്കെ ഇട്ടത് എവിടെ അച്ഛമ്മയുടെയാ ദൈവമേ എന്തൊക്കെ കണ്ടാലാ കുഴപ്പം പറ്റി വണ്ടി നിന്ന് പോയോ. ഇത് മുന്നേക്ക് പോകണല്ലോ. ഇപ്പൊ ഞങ്ങ വൈകി അവിടുന്ന് ഇറങ്ങിയപ്പോ ഇവിടെ വന്നിരിക്കാം. അമ്മ അവിടെ അവിടെ പിരിക്കണത് ഇവിടെ എന്റെ പേടിയൊക്കെ പോയി. ഇപ്പൊ എനിക്ക് പേടിയേ ഇല്ല. ഇപ്പൊ ഞാൻ ഇവിടെ വിചാരിച്ചു ഞങ്ങക്ക് അടിപൊളിയായിരുന്നു. എന്നെ കൊണ്ട് മൈക്കില് പറയിപ്പിച്ച് അങ്ങ് കീച്ചൊന്നും നോക്കിയില്ല. ആദ്യത്തെ ഒരു ടെൻഷൻ ഉണ്ടായി. പിന്നെ ഞാൻ ഒന്ന് പറഞ്ഞു സാറിന് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഈ സാറന്മാരെ ഓരോ പണി തരാൻ വേണ്ടി ഉള്ള പിള്ളേരുടെ സമാധാനം കളഞ്ഞ് തരുന്നു പറഞ്ഞു. അപ്പൊ സാറിന് ഇത് ചിരിക്കണു. എന്തായാലും കേറിപ്പോയില്ല. ഇനിയിപ്പോ 2 വാക്ക് പറഞ്ഞിട്ട് ഞാൻ പോകാം. ഇപ്പൊ എന്ത് വിചാരിക്കും? നോക്കട്ടെ മരുന്ന് കാല് വരിട്ടെ ആ ചോക്കിന് പോകുന്നുണ്ട്. എന്റെ അമ്മ എവിടെ പോയതാണ്? എന്തുകൊണ്ടോ എന്താടി ഒന്നും കൊണ്ടില്ല അച്ഛമ്മ. ഇതിലും വേണമെന്ന് പറഞ്ഞായിരുന്നു. അതൊക്കെ മേടിക്കാന്നാവൻ ഇനി രാത്രി പാലിക്കാൻ വേണം നേരം.
പുട്ട് വേണമെന്നാ കൊടുത്തത്. കൊടുത്തത് മോര് വേണോ? ചായ വേണോ? കേക്ക് ഇരിക്കുന്നുണ്ട്. കേക്കില്ല കേക്കില്ല. 2 ദിവസം ഹലോ ഏ? എന്നാ തുറക്കണെന്ന് അതന്നെ 5-ാം തീയതി. സാധാരണ 2 ദിവസം കൂടി എന്തോ നമ്മള് എത്താറാ ലൊക്കേഷൻ ഇവിടെ ഒരു ബോർഡ് ഇനി ഇവിടുന്ന് വളർത്തും. പോയി Service road. എത്ര കിലോമീറ്റേഴ്സ് ഇല്ല ഒരു എല്ലാവരും പോയി ബൈക്കില് കാറ് ഓടിക്കാൻ നോക്കുമ്പോൾ ഞാനും അങ്ങോട്ട് പോകുന്നത് ആവശ്യമാണ്. അവൻ്റെ വീട്ടാണ് അക്കാലത്തൊന്നും ഞാൻ കഴിച്ചിട്ടില്ല.
സ്കൂട്ടറിന് പോയാ എന്നിട്ട് പിന്നെ പിറന്നാളെ എല്ലാവരും പോയി. അങ്ങനെ എന്തെങ്കിലും മാത്രമേ ഉള്ളൂ. അല്ല മുരുകൻ്റെ അമ്പലത്തിലെ അവസ്ഥാനം എന്താ വെച്ചത് ഒരു മുട്ടിക്കൊള്ളൊക്കെ 3 മുട്ടിക്കൊണ്ട് പതിയില്ലാത്ത കയ്യെടുത്ത് പാട്ടും ആയിരോ അയാൾ പാട്ടുമൊക്കെ കേട്ട് അവിടെ സുഖമായിട്ട് അത് കഴിഞ്ഞപ്പോൾ ഉണ്ടാകും വർക്ക് ചെയ്യും. പിന്നെ നിന്നോട് കണ്ടോ എല്ലാവർക്കും ചായ കുടിക്കാൻ വേണ്ടവർ വേണമെങ്കിൽ കുടിച്ചോ. എനിക്ക് വേണമെന്നില്ല. ചായ കുടിക്കാൻ അതല്ലേ എന്തോരം അച്ഛൻ്റെ ശേഷമുണ്ട് അവൻ്റെ ഡാൻസ് എൻ്റെ പാട്ട് കേട്ടു. അവിടെ ഡിബേറ്റ് ഒക്കെ ഉണ്ട്, തർക്കങ്ങള് പെണ്ണുങ്ങളും ആണുങ്ങളും അപ്പുറം ഇപ്പുറം നിർത്തിയിട്ട് ഒരു കോടതിയിലെ വക്കീൽ വന്നിട്ടുണ്ടായി. അതായത് പെൺകുട്ടികൾക്ക് കിട്ടുന്ന ഇക്വാലിറ്റി ആൺകുട്ടികൾക്കും കിട്ടുന്നുണ്ട്, ആൺകുട്ടികൾക്ക് കിട്ടുന്ന ഇക്വാലിറ്റി പെൺകുട്ടികൾക്കും കിട്ടുന്നുണ്ട്. എല്ലാരും ചത്തതുപോലെ ഇരിക്കുമ്പോ എല്ലാരും ഉറക്കെ പറയാൻ തുടങ്ങി. എന്റെ ഇടയ്ക്ക് ഒരു പെണ്ണ് പട്ടിന്ന് വിളിച്ചു, അങ്ങനെ വിളിക്കാൻ പാടില്ല. ഡിബേറ്റ് എന്ന് പറഞ്ഞത് ഒരാളെ ഒരു പേഴ്സണലി ആയിട്ട് പറയാൻ പാടില്ല, പേഴ്സണലി ആയിട്ട് എടുക്കാനും പാടില്ല, ഭഗവാൻ വിളിച്ചേക്കണം. അതിലും വലുതാണ്. അങ്ങനെ പാടില്ല. വാദം എന്നുള്ളത് ഇത് വാദിക്കുന്നതല്ലേ ഡിബേറ്റ് എന്ന് പറഞ്ഞില്ലേ. വാദിക്കുമ്പോ ഒരിക്കലും ഒരാളെ പേഴ്സണലായിട്ട് എടുത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല. പിന്നെ അയാള് പറഞ്ഞോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കയറി പറയാൻ പാടില്ല. അധികം നടന്നു പോകാൻ പറ്റില്ല എന്ന് പറയണേ. ബസ്സുണ്ടെങ്കിൽ ബസ്സിലേ പോകാൻ പറ്റുള്ളൂ. അതാണ് ഞങ്ങള് പക്ഷെ ജയിച്ചു ബോയ്സ്.
എല്ലാം ഇത് ശരി വിജയാണ് ഒന്ന് ഹോട്ടലിൽ ഏയ് ഞാൻ ചോദിക്കട്ടെ, പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന അവകാശങ്ങൾക്ക് ആണുങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന സ്ത്രീ സംരക്ഷണം ആണുങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ആ അപ്പൊ പിന്നെ പെണ്ണുങ്ങൾക്ക് കിട്ടേണ്ട ആണുങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന അർത്ഥമുണ്ടോ? ഇത് ഒരു കുട്ടി ഉണ്ടാവുമ്പോഴാണ് അതെ ഉണ്ടാവുന്നേക്കും അച്ഛനും അല്ല അമ്മയല്ല. ഗർഭിണിയാവുമ്പോ അത് പ്രസവിച്ചപ്പോഴല്ലേ അപ്പൊ ആൾക്കാരുടെ അവകാശമാണ് പെൺകുട്ടികളുടെ അവകാശമാണത്. നല്ല പൗരനെ ഭൂമിക്ക് കൊടുത്തതാണ് മക്കളാണ് ചന്ദ്രൻ ഒരു അച്ഛനും പെണ്ണ് മാത്രം ഉണ്ടാവും, ഒരിക്കലും ഒരു ഗർഭിണിയാവില്ല. ആയ കുട്ടികളെ പ്രസവിച്ചോളൊന്നുമില്ല. അല്ലേ നല്ല കുട്ടികളെ ഉണ്ടാവില്ല. നല്ല ഇനി അമ്മ അങ്ങോട്ടുള്ള തലമുറയെ വാർത്തെടുക്കണമെങ്കിൽ പിന്നെ എന്താ ചെയ്യണം? ആ പെണ്ണുങ്ങള് ഇനിയുള്ള തലമുറകളെ ആണുങ്ങൾ വാർത്തെടുത്ത് നോക്കട്ടെ. എത്ര ആണുങ്ങൾ മാത്രം ഇല്ലാത്തവരും നടക്കും. ഒരു പെണ്ണ് ആ സമയത്ത് എന്താണ് അവളുടെ മനോവികാരം അതാണ് ആചരിക്കണം. അതിന് പെണ്ണ് മാത്രം വിചാരിച്ച ഒരിക്കലും ഗർഭിണിയാവാനോ ഗർഭം ധരിക്കാനോ പറ്റില്ല. ആ വിചാരിച്ച നമുക്ക് ഒരു പെണ്ണിന്റെ വികാരം ശരിയാക്കാം. പെണ്ണ് അത് പറയാൻ പറ്റില്ല. അതിപ്പോ ആണുങ്ങളുടെ വികാരം എന്താ പെണ്ണുങ്ങൾ വിചാരിച്ചാൽ പറ്റുമോ മാറ്റാൻ? പറ്റില്ലല്ലോ. ഓരോ പേഴ്സണലാണ്. ഒരിക്കലും അങ്ങനെ സമ്മതിക്കില്ല. പൊളിറ്റിക്കലി കറക്റ്റ് അല്ല അച്ഛമ്മ പറയണം. ആഹാ. അങ്ങനെ വികാരം മാറാണ്ടെങ്കിലേ ഉൽപാദനം നടക്കണം. നമുക്ക് എനിക്ക് പറയാൻ പറ്റില്ല. അത് പറയണം. ഈ വികാരം എന്ന് പറയണത് നമ്മള് ഞാൻ പതിവില്ല ആസ്വദിച്ച് കുടിക്കുകയാണോ അയ്യോ എന്നാ നീ എങ്ങനെയാണെന്ന് എനിക്കത് ആസ്വാദനം തോന്നുന്നെങ്കിൽ അത് അച്ഛമ്മയുടെ മുഖത്തുനിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അച്ഛമ്മയുടെ മുഖത്തുനിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അച്ഛമ്മ ആസ്വദിച്ചാണോ കുടിക്കണേന്ന് നമുക്ക് മുഖത്തുനിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ എനിക്ക് വിഷം തന്നേക്കാം, അല്ലെങ്കിൽ ഉപ്പിട്ട് തന്നേക്കാം. പക്ഷെ ഞാൻ അച്ഛമ്മേനെ പരിക്കാൻ വേണ്ടി മുഖത്ത് എനിക്ക് തന്നെ അങ്ങനെ എനിക്ക് കുടിക്കാം. ഫേസ് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനല്ലേ? നിങ്ങളെത്രയാണ് ചാണ്ടാക്കി വന്നുള്ളൂ. പക്ഷെ ഞാൻ എല്ലാം നല്ലതെന്ന് പറഞ്ഞല്ലേ കുടിച്ചേനെ. അതേപോലെ നീ എന്നെ നോക്കിയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ അവരെന്നെ നോക്കിയിട്ട് എങ്ങനെ ഈ വേഷം പോസ്റ്റിങ് കണ്ടിട്ട് ഉച്ചിട്ട് നിൽത്തതാണോ അഭിനന്ദനത്തിൽ നിൽത്തതാണോ എന്ന് എനിക്ക് പറയാനാവില്ലല്ലോ. അതുകൊണ്ടാണല്ലോ അത് നന്നായി പറഞ്ഞത്. ChatGPT നല്ല ഉഗ്രനാക്കി തന്നെ ഇതാരത് വേറെ അച്ഛനും ഇവിടെ എന്റെ അച്ഛനമ്മ മുഖത്ത് ചാറ്റിപ്പിട്ടിനേക്കാളും കുറച്ചിട്ട് നല്ല ജെമിനി കേട്ടോ. ജെമിനി ട്രൈ ചെയ്ത് നോക്കാൻ എടാ, പറ്റും. പട്ടിക്കുഞ്ഞിനെ കണ്ടായിരുന്നോ? ആ പാമ്പുകുഞ്ഞിനെ കണ്ടായിരുന്നോ? പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇതല്ല എന്താ പറയാ, നീ ഫ്രീ സ്റ്റൈൽ അല്ല. എനിക്ക് ഇങ്ങനെ ബസ് ഓടിക്കണ വഴി ഓടിക്കാൻ പറ്റും. അത് വേറെ ഇത് വേറെ ഗെയിം. കിട്ടണമെന്നില്ല. ആണുങ്ങളൊരു സോറി ഫോർ യുവർ ഇന്റർപ്ഷൻ. ഒന്നാമത് ഇവിടെ ഞാൻ വീഡിയോ ഇട്ടോണ്ടിരിക്കുക. സോറി ഗൈസ്, അതിന്റെ ചേച്ചാണ് വട്ടാണ്. മണ്ടച്ചാരെ ഇവിടെ പറയണത് എല്ലാം ഇതുവഴി കേൾക്കും. നീ എന്ത് ചെയ്താലും ഇവിടെ ഇവര്